നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ വരുന്ന ഓരോ ഗസ്റ്റും നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് പുള്ളി. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഊണും എന്തെങ്കിലും ഒരു സ്പെഷ്യലും കഴിക്കണമെന്ന് പറഞ്ഞാണ് പുള്ളി വന്നത്. അപ്പോൾ വന്നപ്പോഴേ തന്നെ പറഞ്ഞ്, മോനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക, എനിക്ക് കഴിക്കാൻ ഊണും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈ ആയിട്ടൂടെ വേണം, ചോറ് കുറച്ച് മതിയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ശരി, ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ ഓർഡർ എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡെല്ലാം സെർവ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കോമഡി എന്ന് എനിക്ക് തോന്നിയത്, പുള്ളി ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും പുള്ളി ഏകദേശം 3 വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ചു. അപ്പം ഞാനിത് ശ്രദ്ധിക്കുകയും ചെയ്തു. പുള്ളി ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാണ്, എന്നിട്ടും പുള്ളി ആ ഫുഡിനോടൊരു കൺട്രോളില്ല. അപ്പം നമ്മൾക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ്, നമുക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഹാപ്പിനെസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഇത്. എന്നാലും ഇത് കണ്ടപ്പം മനസ്സിലൊരു ഇതുണ്ട്. അപ്പം ഫുഡെല്ലാം കഴിച്ച് പുള്ളി നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ തൊടുകറിയിൽ നിങ്ങളുടെ ഊണുമൊക്കെ കഴിക്കുമ്പം ഈ 2-3 ഒക്കെ ചോറ് ഞാൻ എങ്ങനെയാണ് മേടിക്കാതിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ശരിക്കും പറയാം നമുക്കൊരു സന്തോഷമുണ്ട്. എന്നാൽ അതിലുപരി പുള്ളിയുടെ ഹെൽത്തിലും നമുക്കൊരു കെയറിങ് ഉണ്ട്.